അതിൻ്റെ ഡേറ്റും കാര്യങ്ങളുമല്ല ഞാൻ പറഞ്ഞോളാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങളിപ്പം മുതൽ തയ്യാറെടുക്കണം. നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദൻപുരി. രാമനാമങ്ങളിൽ മുഖരിതമായി നിൽക്കുന്ന, രാമായണ നാമജപത്താൽ കേരളമൊട്ടാകെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഈ കർക്കിടകത്തിൽ അതിപ്രാധാന്യമുള്ളൊരു ദിവസമാണ് കർക്കിടക വാവുബലി. നമ്മൾ ഓരോ വിശ്വാസികളും നമ്മൾ ഒരു കർക്കിടക വാവുബലി കഴിഞ്ഞാൽ അടുത്ത കർക്കിടക വാവുബലിക്ക് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അത്ര കേമാണ് കർക്കിടക വാവുബലി, അത്ര ഗംഭീരമാണ്. അതെന്താ? നമ്മളിൽ ആധുനിക ശാസ്ത്രം പറയുന്നത് ഏകദേശം 32 തലമുറയുടെ ജീനുകൾ വരെ നമ്മളിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയണത്. അതിൽ 7 തലമുറയ്ക്ക് അതിപ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും, മുത്തശ്ശൻ്റെ അച്ഛൻ, മുതുമുത്തശ്ശൻ, അതിൻ്റെ പുറകോട്ടുള്ള 7 തലമുറയെ സ്മരിച്ച് നമ്മൾ ചെയ്യുന്ന ഏറ്റവും അതിബൃഹത്തായി നിൽക്കുന്ന, അതിക്കേമായി നിൽക്കുന്ന, ഏറ്റവും സുഹൃതത്തെ നൽകുന്ന, ഏറ്റവും ഭാഗ്യത്തെ നൽകുന്ന, ഏറ്റവും വലിയ ഐശ്വര്യത്തെ നൽകുന്ന, ഏറ്റവും വലിയ നന്മയെ നൽകുന്ന, നമ്മൾ തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ പൂജ പോലത്തെ ഒരു കർമ്മമാണ് ഈ പറയുന്ന കർക്കിടക മാസത്തിലെ വാവുബലി എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുട്ടികളെ ആണെങ്കിലും കർക്കിടക വാവുബലിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുകയും പരമ്പരയിൽ അതിൽ നിന്ന് കിട്ടുന്ന ശക്തി സ്രോതസ്സുകളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതും അതിഗംഭീരമാണ്. എന്തെന്നാൽ ഒരു വ്യക്തി അമ്പലത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും നാമം ജപിക്കുന്നതും ഉപവാസം എടുക്കുന്നതും ഏകാദശി എടുക്കുന്നതും എല്ലാ വ്രതങ്ങൾ എടുക്കുന്നതിൻ്റെ ഒക്കെ പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മുടെ പിതൃക്കളെ, നമ്മുടെ മുൻ മരിച്ച മാതാപിതാക്കളെ, കാർന്നോന്മാരെ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും അർത്ഥവത്തായ ഒരു കർമ്മമാണ് ബലി കർമ്മം എന്ന് പറയുന്നത്. ഉത്തരായനവും ദക്ഷിണായനവുമായിട്ട് രണ്ടായിട്ട് നമ്മുടെ കാലഘട്ടത്തെ തിരിക്കുമ്പോൾ, ഉത്തരായനം ദേവന്മാരുടെ കാര്യങ്ങൾക്കും പ്രതിഷ്ഠകൾക്കും ഉത്സവങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാറുമ്പോൾ, ദക്ഷിണായനം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി മാറ്റിവെക്കപ്പെടുന്നു. ദക്ഷിണായന കാലത്തെ ഏറ്റവും ആദ്യത്തെ അമാവാസി, ശരിക്ക് സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ നേർരേഖയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴൽ പതിക്കുന്നതാണ് ഈ കറുത്തവാവെന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പോലും ആഗിരണശക്തി വളരെ ശക്തമായി കൂടുതലായതുകൊണ്ടാണ് ഈ പിതൃകർമ്മം നമ്മളന്ന് അനുഷ്ഠിക്കുന്നത്. കാരണം നമ്മുടെ അച്ഛൻ്റെയും നമ്മുടെ അമ്മയുടെയും നമ്മുടെ മുത്തശ്ശൻ്റെയും നമ്മുടെ മുത്തശ്ശിയുടെയും ഒക്കെ ആ പറയുന്ന സെല്ലുകളുടെ അവരുടെ ശക്തിയുടെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ. അപ്പോൾ അവരെ സ്മരിക്കുക എന്നുള്ളതാണ് ഈ കർക്കിടക വാവുബലിയുടെ ഒരു പ്രാധാന്യം തന്നെ. സ്മരിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള പൂജ, അവർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മം ചെയ്യാൻ കിട്ടുന്ന ഭാഗ്യമാണ്, നമുക്ക് കിട്ടുന്ന ഭാഗ്യമാണ് ബലി. അതാണ് നമ്മൾ ചെയ്യുക മാത്രമല്ല, നമുക്ക് കിട്ടുന്ന മഹാഭാഗ്യവും കൂടിയാണ് ബലി. കാരണം അതിലൂടെ നമുക്ക് പിതൃമോക്ഷത്തിലൂടെ, പിതൃകർമ്മത്തിലൂടെ കിട്ടുന്ന ആ പിതൃക്കളുടെ അനുഗ്രഹം കിട്ടുന്ന ആ മഹത്തരമായി നിൽക്കുന്ന ആ സന്ദേശം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പിതൃക്കൾക്ക് ചെയ്യുന്ന ബലികർമ്മത്തിലൂടെ അവരുടെ ആ വയറ് നിറയുമ്പോൾ, അവർക്ക് ചെയ്യുന്ന ആ കർമ്മത്തിലൂടെ അവർ പ്രീതിപ്പെടുമ്പോൾ, അവർ ചെയ്ത പുണ്യങ്ങളും അവർ ചെയ്ത നന്മകളും അവരിലുള്ള ആ അനുഗ്രഹ വർഷവും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മൾക്ക് നടക്കാത്തതായി നിൽക്കുന്ന പല കാര്യങ്ങളും നടക്കുകയും നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ സന്തതി പരമ്പരയുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്, സന്തതി പരമ്പരയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഐശ്വര്യത്തിൻ്റെ വിത്തുകൾ പാകാൻ പിതൃക്കളുടെ മോക്ഷം അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ എത്ര ഹീനമായ കർമ്മം അല്ലേ? അപ്പോൾ അത് മരിച്ചാലും നമ്മൾ തുടരുന്നു എന്നുള്ളതാണ് ഈ ബലികർമ്മത്തിലൂടെ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി സ്വന്തം മാതാപിതാക്കളുടെ ബലി മരിച്ച നാളിലോ മരിച്ച തിഥിയിലൊക്കെ ഓരോ സിസ്റ്റം അനുസരിച്ച് മാറി, നാളിലോ തിഥിയോ ആണ് പൊതുവെ ഇടാറ്, ഇട്ടു പോകുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കുടുംബത്തിൽ മരിച്ച സമസ്ത പിതൃക്കളെയും സങ്കല്പിച്ച് നമ്മൾ ചെയ്യുന്ന മഹത്തരമായ ഒരു കർമ്മമാണ് കർക്കിടക മാസത്തിലെ വാവുബലി. അത് ശിവരാത്രി ബലിയേക്കാൾ കുറച്ചുകൂടി കേമമാണ്.
നല്ല നല്ല ക്ഷേത്രങ്ങൾ, നദികളുടെ കരകൾ, പുണ്യതീർത്ഥങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ ബലികൾ ഇടാറ്. അപ്പം അങ്ങനെ ഒരു വർഷം, നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് ഒരു ദിവസമായി കണക്കാക്കുന്ന പിതൃക്കൾ എല്ലാ വർഷവും ഭക്ഷണം കഴിക്കാൻ വരുന്നു എന്ന് പറയുന്ന സങ്കല്പമാണ്. എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുകയാണ് നമ്മൾ ഓരോ ബലികർമ്മത്തിലൂടെയും. അരിയും എള്ളും പൂവും എല്ലാം കൂട്ടി ചെയ്യുന്ന ഒരു മഹത്തരമായ കർമ്മം. അപ്പോൾ കർക്കിടകത്തിലെ എല്ലാ നമ്മുടെ 7 തലമുറയിലുള്ള മരിച്ച ഓരോ വ്യക്തികളുടെയും നാളുകളും തിഥികളും ഓർത്തു വെച്ച് നമുക്ക് കൃത്യമായി കർമ്മം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കർക്കിടക മാസത്തിലെ ബലിക്കർമ്മം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ 7 തലമുറയും അതിനകത്ത് വരും. സമസ്ത പിതൃക്കൾ സങ്കല്പത്തിലും കൂടെയാണ് ശരിക്കും സാധാരണഗതിക്ക് ബലിയിടുന്നത്. അപ്പം ബലി ചടങ്ങ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ പരിപോഷിപ്പിക്കാൻ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഭാഗ്യഘടകങ്ങൾ ഉത്തേജിപ്പിക്കാനായിട്ട്, നന്മയും ഐശ്വര്യവും നിറഞ്ഞ സന്തതി പരമ്പരകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായി ചെയ്യുന്ന, അല്ലെങ്കിൽ അതിലൂടെ ലഭിക്കുന്ന ആ പിതൃ അനുഗ്രഹത്തിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, അതായത് ലോകത്തുള്ള ഭഗവാന്മാരുടെ അനുഗ്രഹത്തെക്കാൾ ഉപരി എന്ന് വേണേൽ പറയാവുന്നതാണ് പിതൃ അനുഗ്രഹം. അപ്പോൾ ആ പിതൃ അനുഗ്രഹം കിട്ടുവാൻ വേണ്ടിയിട്ട്, നമുക്ക് ആ പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മമാണ്. അതിന് നമ്മൾ ഏകദേശം 3 ദിവസം മുമ്പ് അതിൻ്റെ ബലിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നു. ആ ബലി അവസാനിപ്പിക്കുന്ന അതുവരെ നമ്മുടെ മുമ്പിൽ നമ്മുടെ കാരണവന്മാർ വന്ന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ആ മഹത്തരമായ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ 2-3 ദിവസം മുമ്പാണ് നമ്മൾ തയ്യാറെടുക്കുകയാണ്. പൊതുവെ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും പൊതുവെ വെജിറ്റേറിയൻസ് ആയിരിക്കാം. കാരണം രാമായണ മാസമാണ്, രാമൻ്റെ മാസമാണ്, നാമജപാദികളെ മുഖരിതമായി നിൽക്കുന്ന മാസമാണ്. അതിന് പ്രത്യേകിച്ച് ചിട്ടകളൊന്നും ഇല്ലെങ്കിൽ പോലും എല്ലാവരും തന്നെ ശുദ്ധത്തിലാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആ കുടുംബത്തിലേക്ക് ഇങ്ങനെയൊരു മഹത്തരമായ നാമജപത്തിലൂടെ തന്നെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾക്ക് പിതൃക്കളെ കൂടെ സ്മരിക്കാൻ പറ്റുന്നൊരു അവസരം കൂടെ കിട്ടുന്ന ഒരു ദിവസം. അപ്പോൾ കർക്കിടകത്തിലെ വാവുബലി എന്ന് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ ചെയ്യണം. അതിനുവേണ്ടിയുള്ള ശുദ്ധവൃത്തിയാദികൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരുക്കങ്ങൾ എന്ന് വെച്ചാൽ, അത് വൃത്തിയായിട്ട് മുമ്പോട്ട് ചെയ്യുക. വർഷത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് എല്ലാം ഉപേക്ഷിച്ച്, ഇപ്പോൾ 2-3 ദിവസം മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ജീവിതത്തിലെ ഒരു മഹത്തരമായ കർമ്മമാണ് എന്ന് സ്മരിച്ചുകൊണ്ട് അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക്, അതിൻ്റെ ചിട്ടകളിലേക്ക് നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും മാറി ആ ദിവസത്തെ വരവേൽക്കുക എന്നുള്ളത് ഒരു വ്രതമായി മാറ്റിയെടുത്തുകൊണ്ട് നമ്മുടെ ചിന്തകളിലെല്ലാം ആ വ്രതമാണ് അധികം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ ആ വ്രതത്തിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് ആ കാരണവന്മാരെ സ്മരിച്ചുകൊണ്ട് ആ മരിച്ച കാരണവന്മാരുടെ അനുഗ്രഹാദികൾ നമ്മുടെ കുടുംബത്തിലേക്കും മക്കളിലേക്കും കിട്ടണമെന്ന പ്രാർത്ഥനയോടുകൂടി തലേ ദിവസം ഒരിക്കലും പിറ്റേ ദിവസമായി നിൽക്കുന്ന ബലികർമ്മവും കർക്കിടക മാസത്തിലെ ബലികർമ്മവും ഞാൻ ചെയ്യാൻ പോകുന്നു മനസ്സിനെയും ശരീരത്തെയും നമ്മളതിനെ ശരിയായി ഒരു മയപ്പെടുത്തിയെടുത്ത് അതിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞോളാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങളിപ്പം മുതൽ തയ്യാറെടുക്കണം ആ വാവുബലിക്ക് വേണ്ടിയിട്ടുള്ള ശുദ്ധവൃത്താദികളും അത് ചെയ്യേണ്ട സ്ഥലം, എവിടെ പോയി ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആരൊക്കെ ചെയ്യണം എന്നുള്ളത്. സ്വാഭാവികമായും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കുട്ടികളൊന്നും കേരളത്തിൽ അങ്ങനെ ബലിയിടേണ്ട കാര്യങ്ങളൊന്നും വരാറില്ല. കാരണം മാതാപിതാക്കളുള്ളവർ പറ്റുള്ളത്. പക്ഷേ കർക്കിടക മാസത്തിലൊക്കെ വാവുബലി വേണമെങ്കിൽ എല്ലാവർക്കും ഇടാം. ഇട്ടില്ല എന്നോർത്ത് വിരോധമില്ല എന്നല്ല, ഇട്ടില്ല എന്നോർത്ത് വിരോധമൊന്നുമില്ല. പക്ഷേ ഇടുന്നത് നല്ലതാണ്. കാരണം അത് മുത്തശ്ശനും മുത്തശ്ശിക്കും അതിൻ്റെ മുത്തശ്ശന്മാർക്കും ഒക്കെ ആയിട്ടാണ്. ആര് ബലിയിടുന്നു എന്നുള്ളത് ദോഷമല്ല. എൻ്റെ അച്ഛൻ മരിച്ചു, അതുകൊണ്ട് അത് കർക്കിടക മാസി വാവുബലി ഇടാം. അമ്മ മരിച്ചു, കർക്കിടക മാസി വാവുബലി ഇടാം. അങ്ങനെ വേണ്ട. അത് അവർ മരിച്ച നാൾ കണക്കാക്കി അവർക്ക് ബലിയിടണം. ഇത് സമസ്ത പിതൃസങ്കല്പത്തിലാണ് ഈ ബലിയിടുന്നത്. നമ്മുടെ പിതൃക്കളെ മുഴുവൻ മോക്ഷത്തിലേക്ക്, നമ്മുടെ എല്ലാ പിതൃക്കളുടെയും അനുഗ്രഹം, 7 തലമുറയുടെ പൂർണ്ണമായ അനുഗ്രഹം നമ്മളിലേക്ക് വരിക എന്നൊരു സങ്കല്പം തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഏതൊരു മഹാവ്രതത്തെക്കാളും അതിഗംഭീരമാണ് വാവുബലി എന്ന് പറയുന്നത്. ഏതൊരു എന്ത് ഉപവാസത്തെക്കാളും മഹത്തരമാണ്. കാരണം അവരില്ലെങ്കിൽ നമ്മളില്ല. അവരുടെ ജീവനും അവരുടെ ജീനും അവരുടെ കോശങ്ങളും നിറഞ്ഞതാണ് നമ്മൾ. നമ്മളായത് അവരുടെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് അവരെ സ്മരിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല ദിവസം
അപ്പോൾ അതുകൊണ്ട് തന്നെ കർക്കിടകത്തിലെ വാവുബലിക്ക് എല്ലാവരും ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളിലേക്ക് നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യേണ്ടത്. പരമാവധി നിങ്ങളിത് ചെയ്യുന്നതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ പറഞ്ഞു മനസ്സിലാക്കണം ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. അവരും ഇത് പിന്തുടരണം. അവരുടെ ഭാവിയിൽ ഇത് പിന്തുടരുമ്പോഴാണ് ഒരു പരമ്പര നന്നാവുള്ളൂ, ഒരു കുടുംബം നന്നാവുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തു വെക്കുന്ന കർമ്മങ്ങൾ കുട്ടികൾക്കും കൂടെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ദേവപ്രീതി വരുത്തുന്നത് പോലെ തന്നെ, സർപ്പപ്രീതി വരുത്തുന്നത് പോലെ തന്നെ ഏറ്റവും മഹത്തരമാണ് പിതൃപ്രീതി. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും നോക്കേണ്ട, അത്രയും കേമാണെന്നാണ് പറയേണ്ടത്. അത്രയും കേമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കർക്കിടക വാവുബലിക്ക് ഒരുങ്ങുക എന്നുള്ളതാണ്. എല്ലാവർക്കും ബലിയിടാൻ പറ്റുമോ? ബലിയിടാത്തവരെന്താ ചെയ്യേണ്ടത്? ബലിയിടാൻ പറ്റാത്തവരെന്താ ചെയ്യേണ്ടത്? അത് ഞാൻ പറയാം. പക്ഷേ ആദ്യം നമ്മൾ എന്താണ് വാവുബലി, എന്തിനൊക്കെയാണ്, അതുകൊണ്ട് എന്താ ഗുണം? ഞാൻ ബലിയിൽപ്പെട്ട പ്രത്യക്ഷമായിട്ട് നമുക്കൊരു ഫലത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് പിറ്റേ ദിവസം സ്വിച്ചിട്ട ബൾബ് കത്തുന്ന പോലെ കത്തുക എന്നുള്ളതല്ല. അവരുടെ സന്തോഷം, അവരുടെ അനുഗ്രഹമാണ്, ആ പിതൃക്കളുടെ അനുഗ്രഹമാണ് നമ്മുടെ ഓരോ മിനിറ്റും, ഓരോ നന്മയും, ഓരോ ഐശ്വര്യവും. നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളിലും നമ്മളിലേക്ക് അനുഭവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹം തന്നെയാണ്. എന്തിനാ പറയണേ? ജീവിതത്തിലെ സമസ്ത സുഖങ്ങൾക്കും പിതൃക്കളുടെ അനുഗ്രഹം വേണം. അപ്പോൾ അത്രയും പ്രാധാന്യമായ ആ ഒരു ചടങ്ങ് ഞാൻ മുൻകൂട്ടി പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിലേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, നേരിട്ടേ തന്നെ തയ്യാറെടുക്കാൻ. കാരണം അശുദ്ധാദികളൊക്കെ മാറ്റിവെച്ച് ശുദ്ധമാകാനും അതിനുവേണ്ടിയുള്ള എല്ലാ സ്ത്രീകൾക്കൊക്കെ പ്രത്യേകം തയ്യാറെടുപ്പുകൾ വേണ്ടി വരും. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് നമ്മൾ ആ പുണ്യമായ ദിവസത്തെ വരവേൽക്കാൻ നമ്മൾ തയ്യാറാകുക. ആ വാവുബലി ഒരു വ്യക്തി പോലും ഒരു രീതിയിലും മുടങ്ങാതെ ഏറ്റവും നല്ല പുണ്യതീർത്ഥത്തിൻ്റെ സമീപത്തിരുന്നുകൊണ്ട് ആ പിതൃക്കളെ സ്മരിക്കണം. അത് നമ്മൾക്ക് വേണ്ടിയാണ്, ഐശ്വര്യത്തിന് വേണ്ടിയാണ്, ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയാണ്, പരമ്പരയ്ക്ക് വേണ്ടിയാണ്, പരമ്പരയുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ അച്ഛനെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ മക്കൾക്കല്ലിൻ്റെ ദോഷം. നമ്മൾ നടുന്നത് കൊയ്യുന്നു എന്നാലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ വരവേൽക്കുക. അപ്പോൾ കർക്കിടക വാവുബലി എന്ന് പറയുന്നത് അതികേമം തന്നെയാണ്, ഒരു കാരണവശാലും മാറ്റാൻ പറ്റാത്തതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ തയ്യാറെടുപ്പിനുള്ള ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തന്നു. എല്ലാവരും ഒന്ന് ഒരുങ്ങാനും എല്ലാവരും ഒന്ന് കേൾക്കാനും, എന്നെ കേൾക്കുന്ന എല്ലാവരും, നമ്മളെ അറിയുന്ന എല്ലാവരും ഇതിന് തയ്യാറാവുക. അറിയാത്തവരെ അറിയിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു സുഹൃതം നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ ഒരു പരമ്പരയ്ക്ക് വേണ്ടി പിതൃക്കളുടെ അനുഗ്രഹത്തോടു കൂടി അവരുടെ മോക്ഷത്തിലൂടെ നമുക്ക് നന്മയിലേക്ക് സഞ്ചരിക്കാം. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. നമസ്കാരം. ഗോവിന്ദം.